ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. ഇന്ന് വളരെ ദുഃഖകരമായൊരു ദിവസമാണ് നമ്മുടേത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി എല്ലാവർക്കും അറിയാം, അമ്മയുടെ ഹസ്ബൻഡ് മരിച്ച ദിവസമാണ് ഇന്ന് 4 വർഷമായി. എന്ന് വെച്ചാൽ കാഞ്ചിക്കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ അതിന് അവരുടെ വീട്ടിലാണ്, അക്കയുടെ വീട്ടിലാണ് ഫുഡുകളെല്ലാം വെക്കുന്നത്. എന്നിട്ട് നമുക്ക് പാത്രത്തിനകത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ തന്നെന്ന് വെച്ചാൽ ചോറ്, അതുകൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിലിരിക്കുന്നത്. അപ്പോൾ അതാ ചൂടുണ്ട്, ചോറ്. പിന്നെന്ന് വെച്ചാൽ അടുത്ത കറി ഉണ്ടോ, പരിപ്പ്, നല്ല പരിപ്പ് കറി, പുളിശ്ശേരി എടുത്ത് വയ്ക്കാം. എല്ലാം കൂടെ ഞാൻ കട്ടിലേ വെച്ച് ഇത് കണ്ടപ്പം പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് തോന്നിയതാണ്. ഇത് പുളിശ്ശേരിയാണ്, ഉണ്ടോ, പുളിശ്ശേരി. ഇത് വറ്റ, ഞങ്ങൾ വറ്റ വേള എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചുപോയ ആൾക്കാർക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് ആ സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ കറി വയ്ക്കുകയും വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടാണനെ ഏറ്റവും കാഞ്ചിയുടെ അച്ഛൻ്റെ പേര് പ്രസാദം എന്നാണെങ്കിൽ നമ്മൾ കുട്ടാണെന്ന് വിളിക്കുന്നത്. അപ്പോൾ കുട്ടാണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് വേള, എന്ന് വെച്ചാൽ വറ്റ. അപ്പം നമ്മളത് ഇന്നലെ വാങ്ങിച്ച് ഇട്ട് അത് കറി വെച്ച്, അതിൻ്റെ മുളക് കറി, കൃഷിക്കാരന് ഏറ്റവും ഇഷ്ടമുള്ള മീനത്. എന്താ അതിൻ്റെ കറി, പിന്നെ സാമ്പാർ, പിന്നെ അത് പ്രമാണിച്ച് നമ്മൾ നാരങ്ങ ഈ മാങ്ങായും ഒക്കെ ഇട്ട് നല്ല മാങ്ങാച്ചാറല്ല കൊഴുത്ത എന്താ മാങ്ങാച്ചാറ്. അതുപോലെ തന്നെ ഇഞ്ചിക്കറി ഉണ്ടോ, നല്ല ഇഞ്ചിക്കറി. ഇതമ്മ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേറെ കുപ്പി പകർത്തിയത് ആ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുപ്പി പേളിനും ഒരു കുപ്പി ശ്രീക്കുട്ടനും ഒക്കെ. അപ്പോൾ അതാ നല്ല ഇഞ്ചിക്കറി. ഞങ്ങളിവിടെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. ചിലവർ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും, ഇഞ്ചിയും തേങ്ങയൊക്കെ വറുത്തരച്ച കറി ഇത്. പിന്നെ സേമിയയുടെ പായസം, ഇത് കണ്ടോ, സേമിയ പായസം, പപ്പടം. അമ്മ എന്ന് വെച്ചാൽ ഇരുന്ന് കൊറിയർ ഒട്ടിക്കുന്നു. അമ്മ ഭയങ്കര ബിസി മാൻ ആണ്. അപ്പം ഇപ്രാവശ്യം എന്താ കൊറിയർ വണ്ടി നേരത്തെ വരും, അതുകൊണ്ട് അമ്മ ഭയങ്കര ബിസി. എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറവുണ്ടോ സന്ധ്യ അമ്മ, ഇങ്ങനെയുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരുപാട് മാറ്റമുണ്ട്. എങ്കിലും ഞാൻ റിക്കവറി ആയി വരുന്നതേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ വിഷയം, എനിക്ക് ഫോണിൽ ബെല്ലടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഫോണൊക്കെ സൈലൻ്റ് ഇട്ടിരിക്കാൻ 135 മിസ് കോൾ കിടപ്പുണ്ട്. പിന്നെ മെസ്സേജുകൾ വാട്സപ്പ് ഞാൻ തുറന്നിട്ടില്ല. അതെല്ലാം ഞാൻ പുറവിനെല്ലാവർക്കും ഞാൻ മറുപടികൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.